ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2026 ഒരു സൈക്കോ കില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഈ മൂവിയുടെ പേര് സൈക്കോ കില്ലർ എന്നാണ്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് പറയാനില്ല, ഇതൊരു സൈക്കോ മൂവിയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും. പക്ഷെ ഒരു കാര്യം മാത്രമേ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഈ മൂവിയുടെ ക്ലൈമാക്സ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന സൈക്കോ ത്രില്ലർ മൂവീസ് പോലെയല്ല. ഇതിലെ ആ ഒരു സൈക്കോയ്ക്ക് ഒരു മോട്ടീവ് ഉണ്ട്. അതെന്താണെന്ന് അറിയുമ്പോഴത്തേക്കും സത്യം പറയാലോ നിങ്ങൾ വരെ ഞെട്ടിപ്പോവും. അപ്പൊ ഈ സൈക്കോ ഈ മൂവിയിൽ എന്താണ് ചെയ്യുന്നതല്ലേ, അത് നിങ്ങൾ ഈ മൂവി കണ്ടു തന്നെ മനസ്സിലാക്കുക. ഇതിന്റെ വൺ ലൈനോ വേറെ ഒരു കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതുപോലെയുള്ള സൈക്കോ ത്രില്ലർ കഥകള്, ക്രൈം ത്രില്ലർ കഥകള്, ഇതെല്ലാം കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാനും തയ്യാറാണ്. അപ്പൊ അധികം താമസിക്കാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്ക്. ഈ കഥ തുടങ്ങുന്നത് ഒരു ഹൈവേയിൽ നിന്നാണ്. ഇപ്പോൾ ഹൈവേയിലൂടെ നല്ല വേഗതയിൽ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന ഏതോ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആള്, ഒരു കണ്ണാടിയെല്ലാം ഇട്ട് മുടിയെല്ലാം വളർത്തിയിട്ട് മുഖം അത്ര വ്യക്തമാവുന്നില്ല, പക്ഷെ അവൻ കാർ നല്ല വേഗതയിലാണ് ഓടിച്ചോണ്ട് പോകുന്നത്. ഇപ്പോൾ ഹൈവേ സൈഡിലെ പെട്രോളിങ്ങിന് നടക്കുന്ന ഒരു പോലീസുകാരൻ ഇവൻ ഇത്രയും വേഗതയിൽ കാർ ഓടിച്ചോണ്ട് പോകുമ്പോഴത്തേക്കും അവന്റെ കാറിനെ ഫോളോ ചെയ്ത് അവനോടൊപ്പം തന്നെ പോകുന്നു. അപ്പോൾ പോലീസ് പുറകെ വരുന്നത് കൊണ്ട് അവൻ വേറെ വഴിയില്ലാതെ വണ്ടി ഒരിടത്തേക്ക് നിർത്തുകയാണ്. അപ്പോൾ ആ ഒരു പോലീസുകാരൻ തന്റെ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ കാർ വന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ കാറിനകത്ത് ഇരിക്കുന്നവനെ വളരെ സ്ട്രേഞ്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. കൂടാതെ ആ ഒരു കാറിലെ ഡ്രഗ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവന്റെ കയ്യിലൊരു പ്രത്യേക തരത്തിൽ പച്ച കുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ട പോലീസുകാരൻ, ഓക്കെ സാർ, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കാൻ പറയുന്നതും ആ വണ്ടിയിലിരിക്കുന്നവൻ ഇതെല്ലാം എടുക്കുന്ന ആ ഒരു സമയത്ത് പുറകിലൂടെ മറ്റൊരു പോലീസ് വണ്ടി അവിടേക്ക് വരുന്നു. ഇപ്പൊ കാർ കൊണ്ട് നിർത്തിയിട്ട് അതിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു ലേഡി പോലീസ് ഓഫീസറാണ്. അങ്ങനെ ഇറങ്ങിയ ശേഷം അവളാണെങ്കിലോ അവളുടെ വാക്കിട്ടൊക്കെ എടുത്ത് ഈ ഒരു പോലീസുകാരനായിട്ട് സംസാരിക്കുന്നു. പക്ഷേ സാധാരണ പോലീസുകാർ സംസാരിക്കുന്നത് പോലെയല്ല രണ്ടുപേരും സംസാരിക്കുന്നത്. ഇപ്പൊ ആ ഒരു പെണ്ണ് ചോദിക്കും, എന്താ ബേബി വീട്ടിലേക്കാണ് പോകുന്നത്? ഇല്ല, ഇതൊന്ന് പരിശോധിച്ചിട്ടേ പോകത്തുള്ളൂ, കാരണം വണ്ടിയിൽ ഒരുപാട് ഡ്രഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരാന്നെല്ലാം പറയുന്നതും വേറെ ഒന്നല്ല, ഇവര് രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. രണ്ടുപേരും പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ആ ഒരു ലേഡി പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. ഇപ്പൊ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് ഹീറോയിൻ അവളുടെ ഭർത്താവിനോട് ചോദിക്കും, ഓക്കെ എന്റെ എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല കുഴപ്പമില്ല, ഇത് ഞാൻ നോക്കിക്കോളാം, നീ പോയിക്കോന്ന് പറയുന്നതും ഹീറോയിൻ ഇപ്പോൾ തന്റെ കാറും എടുത്ത് കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ അവൾക്ക് എന്തോ ഒരു സംശയം, ഇവിടെ എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നത് പോലെ. അതുകൊണ്ട് അവൾ വണ്ടി തിരിച്ചിട്ട് വീണ്ടും ഈ പോലീസ് വണ്ടിയുടെ പിറകിലേക്ക് കൊണ്ടുവന്ന് തന്നെ അവളുടെ കാർ നിർത്തുന്നതും മുന്നിലത്തെ കാറിൽ നിന്ന് അവനുണ്ടല്ലോ പെട്ടെന്ന് അവന്റെ തോക്കെടുത്തിട്ട് ഈ ഒരു പോലീസുകാരനെ, ആരെയാണ് നമ്മുടെ ഹീറോയിന്റെ ഭർത്താവിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അതും അവളുടെ കൺമുന്നിൽ വെച്ചിട്ട്. ഇത് എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഹീറോയിൻ ഇത് കണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടി അടുത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ ആ ഒരു സൈക്കോ കൊലയാളി ഉണ്ടല്ലോ, അവൻ അവന്റെ കാർ എടുത്ത് പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിച്ചതിന് ശേഷം അത് കഴിഞ്ഞപ്പോൾ ഹീറോയിൻ ഹോസ്പിറ്റലിലാണ് ഇരിക്കുന്നത്. അവളുടെ ഭർത്താവിന് നല്ലതുപോലെ ബുള്ളറ്റ് കൊണ്ടതുകൊണ്ട് തന്നെ അയാൾ സ്പോട്ടിൽ വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു. അതുപോലെ TV ന്യൂസിൽ ഈ ഒരു സൈക്കോയെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവൻ ആദ്യമായിട്ടല്ല ഇതുപോലെ ഒരാളെ കൊല്ലുന്നത്. ഇവനൊരു ട്രാവൽ സൈക്കോ ആണെന്ന് തോന്നുന്നു. ഇവൻ ഈ യാത്ര ചെയ്യുന്നവനാണ്. അതുകൊണ്ട് പോകുന്ന സ്ഥലത്തുള്ള ഒരുപാട് പേരെയും ഇവൻ ഇതുപോലെ തന്നെ കൊന്നിട്ടുണ്ട്. പോലീസുകാരെ, എല്ലാ സാധാരണ ജനങ്ങളെയും എല്ലാവരെയും പല രീതിയിൽ ഈ സൈക്കോ കൊന്നിട്ടുണ്ടെന്നും അത് ആണും പെണ്ണൊന്നും നോക്കാതെ 17 പേരെയാണ് ഇതുവരെയും അവൻ കൊന്നിട്ടുള്ളത്. പലരെയും കൊല്ലുന്ന രീതി തന്നെ പറയാനായിട്ട് തന്നെ അത്രയും ഭയാനകമായിരിക്കും. പലരെയും വെട്ടിഞ്ഞുറുക്കി, ചിലരുടെ തല മാത്രം വെട്ടിയിട്ട്, ഇങ്ങനെ പല രീതിയിലാണ് ഈ ഒരു സൈക്കോ പല ആളുകളെ കൊന്നിട്ടുള്ളത്. പക്ഷെ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ കില്ലർ കൊല ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊന്നതിന് ശേഷം അവരുടെ രക്തം ഉപയോഗിച്ചിട്ട് സാത്താന്റെ സിംബലോ അല്ലെങ്കിൽ സാത്താനെ പ്രകീർത്തിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വാക്കുകളോ എഴുതി വെച്ചിട്ടായിരിക്കും ആ ഒരു കില്ലർ പോകുന്നത്. ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം ഈ ഒരു സൈക്കോ കില്ലർ സാത്താനെ ആരാധിക്കുന്ന ഒരുത്തനാണെന്ന്. ഒരുപക്ഷെ ആ ഒരു സാത്താനെ ആരാധിക്കുന്നതിന്റെ ഭാഗമായിരിക്കാം ഇതുപോലെ ഒരുപാട് പേരെ കൊല്ലുന്നത്. അതുകൊണ്ട് ആ ഒരു സൈക്കോ കില്ലറിന് പോലീസുകാർ കൊടുത്തിട്ടുള്ള പേരെന്താണെന്നറിയോ? സാത്താനിക് സ്ലാഷർ എന്നൊരു പേരാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സൈക്കോയെ പറ്റി ഇവിടെ TV ന്യൂസിൽ പറയുമ്പോഴത്തേക്കും ഇവിടെ ആ ഒരു സൈക്കോയെ കാണിക്കുമ്പോൾ അവനിപ്പോ ഏതൊരു മോട്ടലിൽ സാധാരണ രീതിയിൽ തന്നെ റൂമെല്ലാം ബുക്ക് ചെയ്ത് അതിനകത്തേക്ക് കയറിയിട്ട് തലയിൽ ഒരു മാസ്ക് എടുത്തിട്ടാണ്. ഇത്രയും പേരൊക്കെ ഒന്നൊരു കുറ്റബോധവും ഒരു കാര്യവും അവന്റെ മുഖത്ത് എന്തായാലും കാണാൻ കഴിയത്തില്ല. പിന്നെ ഇത്രയും വലിയൊരു സൈക്കോ പിന്നെ അത്രയും പേരെ കൊന്നിട്ട് റൂമിൽ വന്നിരുന്ന ഓരോ തവണയും കരയാൻ പോവല്ലേ. അത് കഴിഞ്ഞ് സൈക്കോ ഈ ഒരു മാസ്ക് എടുത്തിട്ട് ബുക്ക് ചെയ്ത റൂമിലെ അത്രയും സ്ഥലമുണ്ട് എന്നിട്ട് കയറി കിടക്കുന്നതോ ആ റൂമിനകത്തുള്ള ഒരു കബോർഡിനുള്ളിലേക്ക്. സൈക്കോ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം, കാണുന്ന നമ്മളെ കൂടി വട്ടാക്കണം. അതായിരിക്കും സൈക്കോ. എന്തായാലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൈക്കോ തന്നെയാണ്. വേറെ ഒന്നുമല്ല, കയ്യിലൊരു ഷോട്ട് ഗൺ ഇരിപ്പുണ്ട്. ആരെങ്കിലും അകത്തേക്ക് കയറി വരുമ്പോൾ ഈ റൂമിനകത്ത് അവനുണ്ടെന്ന് മനസ്സിലാക്കത്തില്ലല്ലോ. പെട്ടെന്ന് ഈ ഒരു കബോർഡ് തുറന്ന് അവരെ കൊല്ലാനും കഴിയും. അത്രയും ബുദ്ധിമാനായിട്ടുള്ള ഒരു സൈക്കോ ആണ്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ കില്ലർ ആ ഒരു മോട്ടലിൽ നിന്നും തന്റെ കാർ എടുത്ത് നേരെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വേറെ ഏതോ ഒരു പെണ്ണിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അവളാണെങ്കിലോ ഏതോ ഒരു മെഡിക്കലിൽ വർക്ക് ചെയ്യാണെന്ന് തോന്നുന്നു.
ആ മെഡിക്കലിലേക്ക് അവൾ കയറി പോകുന്നതും കില്ലർ കാറ് അതിന് വെളിയിൽ തന്നെ ഇടും. എന്നിട്ട് ആ പെണ്ണ് അവളുടെ ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് വരെ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് കിടക്കുക ആ ഒരു സൈക്കോ. ഇവന് വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും വെറുതെ ഇരിക്കാം. നമ്മളെ പോലെയാണോ? ഇപ്പൊ ആ ഒരു പെണ്ണ് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവളുടെ കാറിനകത്തേക്ക് കയറുന്നതിന് മുന്നേ ഈ സൈക്കോ നേരെ അവളുടെ കാറിന്റെ പിറകിലേക്ക് കയറിയിട്ട് അവൾ അകത്തേക്ക് കയറുന്നതും അവളെ കാറിനകത്ത് വെച്ച് തന്നെ കൊടൂരായിട്ട് കൊന്ന് അവൾ വർക്ക് ചെയ്യുന്ന ആ ഒരു മെഡിക്കൽ ഉണ്ടല്ലോ അതിനകത്തേക്ക് കയറി പോയിട്ട് അതിനകത്ത് നിന്നും അവൻ ആവശ്യമായിട്ടുള്ള മരുന്നുകളും മറ്റു കാര്യങ്ങളെല്ലാം ഒരുപാടായിട്ട് എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇപ്പൊ ഇവിടെ CCTV ക്യാമറ ഉണ്ടെങ്കിലും അന്യനെ പോലെ നീട്ടി മുടി വളർത്തിയതുകൊണ്ട് മുഖം അത്ര വ്യക്തമല്ല. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ തന്റെ ഭർത്താവ് മരിച്ചിട്ട് 2 ദിവസമായി. ഇപ്പോഴും അവളുടെ മനസ്സിലുള്ള ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓടുന്നത്. അതുമല്ല മാനസികമായിട്ട് ഒരുപാട് തളർന്നതുകൊണ്ട് അവൾ കൗൺസിലിങ്ങിലെല്ലാം പോകുന്നുണ്ട്. അങ്ങനെ എത്ര ദിവസം കൗൺസിലിങ്ങിൽ പോയിട്ടും അവൾക്കത് മറക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഹീറോയിൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന് തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് ഈ ഒരു കേസിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് എവിടേക്കോ പോകാനായിട്ട് റെഡി ആവുന്നു. ഇപ്പോൾ ഹീറോയിൻ്റെ അച്ഛൻ വന്നിട്ട് പറയും, മോളെ വേണ്ട, നീ അത് ചെയ്യരുത്, എനിക്കറിയാം നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്, നീ അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, അച്ഛൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എന്നെ പറ്റി അറിയാലോ, ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും ചെയ്തിട്ടേ വരത്തുള്ളൂ. എന്റെ ഭർത്താവിനെ കൊന്നവൻ ഇപ്പോഴും വെളിയിൽ ചുറ്റി നടക്കാണ്, എനിക്ക് അവനെ കണ്ടുപിടിക്കണം. എന്റെ ഭർത്താവിനെ എങ്ങനെയാണോ എന്റെ കൺമുന്നിൽ വെച്ച് കൊന്നത് അതുപോലെ എനിക്ക് അവനെയും കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ സാധനങ്ങളെടുത്ത് വെളിയിലേക്ക് പോകുന്നു. അതേസമയം സൈക്കോയെ കാണിക്കുമ്പോൾ അന്ന് രാത്രി തന്നെ സൈക്കോ തന്റെ കാർ എടുത്ത് വേറെ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റോഡിലൂടെ പോകുമ്പോഴത്തേക്കും ഒരു കാറ് ടയർ പഞ്ചറായിട്ട് അതിൽ 2 പേരുണ്ട്. അതിലൊരു പെണ്ണാണെങ്കിലോ കാറിനകത്തിരിക്കുന്നു. ആ പയ്യൻ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് കാറിന്റെ ടയർ മാറ്റിയിടുന്നു. ഇത് കണ്ട സൈക്കോ കുറച്ച് ദൂരത്തേക്ക് വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഇപ്പൊ എന്തായാലും കൊല്ലാനായിട്ട് വേറൊരാളെ തിരക്കി പോകേണ്ട ആവശ്യമില്ല. തന്റെ കൺമുന്നിൽ തന്നെ 2 പേര് ഇപ്പൊ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് 2 പേരെയും വെറുതെ വിടാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ കാറ് റിവേഴ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പൊ കാറിൽ നിന്നിറങ്ങി ഒരു വലിയ വാൾ എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇരിക്കുന്ന ആ ഒരു പയ്യന്റെ തലയിലേക്ക് ഒരു ഒറ്റ വെട്ട് അവൻ എവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. ഇപ്പൊ വെളിയിൽ എന്തോ മത്തങ്ങി വെട്ടുന്ന ശബ്ദം കേട്ടിട്ട് ആ ഒരു പെണ്ണ് വെളിയിലേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോ ഹായ് മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈക്കോ മാസ്ക് വിട്ട് നിൽക്കാണ്. ഇത് കണ്ട ആ ഒരു പെണ്ണാണെങ്കിലോ ഹൈവേയിലൂടെ തന്നെ നല്ല വേഗതയിൽ എന്നെ ആരെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഓടാൻ തുടങ്ങും. സൈക്കോ ആണെങ്കിലോ പുറകെ തന്നെ പോകുന്നുണ്ട്. ഇവിടെ എത്ര ദൂരം ഓടാനായിട്ട് എവിടെയെങ്കിലും വെച്ച് കൊല്ലാതിരിക്കത്തില്ല. പക്ഷെ ഇവിടെയാണ് ഒരു കാര്യം, ആ ഹൈവേയിലൂടെ തന്നെ മറ്റൊരു ട്രക്ക് നല്ല വേഗതയിൽ വരുന്നുണ്ടായിരുന്നു. ഇവരെ 2 പേരെ റോഡിൽ കാണുമ്പോൾ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് അടിക്കുന്നതും ഈ ഒരു ട്രക്ക് പെട്ടെന്ന് മറിഞ്ഞു വീഴും. എന്നിട്ട് ട്രക്ക് അങ്ങനെ ഉരഞ്ഞ് ഈ മുന്നിൽ ഓടുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പൊട്ടിത്തെറിച്ച് എന്തായാലും സൈക്കോയുടെ കൈ കൊണ്ട് ആ ഒരു പെണ്ണ് മരിച്ചിട്ടില്ല. അതിലെന്തായാലും അവൾക്ക് ഭാഗ്യമുണ്ട്. കാരണം പീസ്ഫുള്ളായിട്ട് വലിയ വേദനയൊന്നും സഹിക്കാതെ ആ പൊട്ടിത്തെറിയത് തന്നെ ആ ഒരു പെണ്ണ് പീസായിട്ട് മരിച്ചിട്ടുണ്ട്. ഈ സൈക്കോയുടെ കയ്യിൽ കിട്ടിയാലും എല്ലാം അങ്ങനെയാണോ? അവൻ പീസായിട്ട് വെട്ടിയല്ലേ കൊല്ലത്തുള്ളൂ. എല്ലാ വേദനയും അറിയേണ്ടി വരും. അതിലും നല്ലത് ഈ പെണ്ണിന് ഇതാണ് എന്ന് കാണുന്ന നമ്മൾ തന്നെ വിചാരിച്ചു പോകും. ഇപ്പൊ നമ്മുടെ കില്ലറിനൊരു ശീലം ഉണ്ടല്ലോ, അവ കൊല്ലുന്നവരുടെ രക്തം എടുത്തിട്ട് ഒന്നുകിൽ ആ ഒരു സാത്താന്റെ സിമ്പലോ വാചകമോ എഴുതി വെക്കുന്നത്. അതുപോലെ ആ ഒരു പയ്യന്റെ രക്തം എടുത്ത് അവന്റെ കാറിൽ തന്നെ സാത്താന്റെ ഒരു സിമ്പലും വരച്ചു വെച്ചിട്ടാണ് കില്ലർ അവിടെ നിന്ന് പോകുന്നത്. തന്റെ കഴിവുകൾ എല്ലായിടത്തും കാണിക്കണമെന്ന് കില്ലറിന് എന്തോ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. അതേസമയം നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ കില്ലർ ഫോളോ ചെയ്തു വന്ന ആ ഒരു സ്ഥലങ്ങളെല്ലാം അവളും ഫോളോ ചെയ്ത് വരികയാണ്. കാരണം ഈ കില്ലർ വരുന്ന സ്ഥലങ്ങളിലെല്ലാം അവൻ ആരെങ്കിലും കൊല്ലുമല്ലോ. അതുപോലെ അവൻ ഏതൊക്കെ നാട്ടിൽ വന്നിട്ടുണ്ടോ ആ നാടുകളിലൂടെയെല്ലാം അവിടെ ഈ ഒരു പെട്രോളിംഗ് പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിൽ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഈ ഒരു കില്ലറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അവൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഓരോ തവണയും ഓരോരുത്തരെ വിളിച്ചിട്ട് ഇങ്ങനെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വലിയ രീതിയിൽ ആരും അവളെ അങ്ങനെ സഹായിക്കുന്നില്ല. ഇതേ സമയം നമ്മുടെ സൈക്കോ കില്ലറിനെ കാണിക്കുമ്പോൾ അവൻ ഇപ്പോൾ ഒരു പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്നും ഒരു ന്യൂസ് പേപ്പർ കമ്പനിയിലേക്ക് വിളിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ ഒരു പരസ്യം കൊടുക്കണം. കറക്റ്റായിട്ട് ആ ഒരു പരസ്യം സൺഡേ ദിവസമാണ് ന്യൂസ് പേപ്പറിൽ വരേണ്ടത്. പിന്നെ പൈസയെ പറ്റി നിങ്ങൾ ചിന്തിക്കണ്ട, എന്റെ ക്രെഡിറ്റ് കാർഡിന്റെ നമ്പർ ഇതാണ്, എത്ര വേണമെങ്കിലും പൈസ എടുത്തു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായാലും അവന്റെ ക്രെഡിറ്റ് കാർഡല്ല, അവൻ കൊന്ന ഏതോ ഒരു പാവത്തിന്റെ ക്രെഡിറ്റ് കാർഡാണ്, അതിന്റെ നമ്പറാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന്. അങ്ങനെ കില്ലർ കൊടുക്കുന്ന ആ ഒരു പരസ്യം ക്യാപിറ്റൽ M, അതേപോലെ തന്നെ N, അതേപോലെ തന്നെ O, അതിന് താഴെയായിട്ട് എന്നെ പോലെ തന്നെ വിശ്വസിക്കുന്നവരെ എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സഹായം എനിക്ക് വേണം. നിങ്ങളുടെ റിപ്ലൈക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് ആ ഒരു പരസ്യത്തിൽ കൊടുക്കുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു കില്ലർ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ സാത്താൻ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവുമല്ലോ, അവരുടെ ആരുടെയോ സഹായം ചോദിച്ചാണ് ഈ ഒരു പരസ്യം കൊടുക്കുന്നതെന്നാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ പലയിടത്തും ഈ ഒരു സഹായം ചോദിച്ചിട്ട് അവസാനം ഈ സൈക്കോ കില്ലർ കേസ് അന്വേഷിക്കുന്ന പ്രധാന ആളുകൾ ആരാണ്? FBI. അതുകൊണ്ട് അവരോട് പോയി സഹായം ചോദിക്കാന്ന് വിചാരിച്ചിട്ട് ഹീറോയിൻ നേരെ FBI ഓഫീസിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് അവരോട് കാര്യം പറയുന്നുണ്ട്. ഇതുപോലെ എന്റെ പേര് ഇതാണ്, ഞാൻ ഈ ഒരു സെക്ഷനിൽ നിന്നാണ് വരുന്നത്, എന്റെ ഭർത്താവ് ഇതുപോലെ ഒരു പെട്രോളിംഗ് ഓഫീസർ ആയിരുന്നു, എന്റെ കൺമുന്നിൽ വെച്ച ആ ഒരു സൈക്കോ കില്ലർ എന്റെ ഭർത്താവിനെ കൊന്നു,
അതുകൊണ്ട് അവനെ പിടിക്കാനായിട്ട് ഞാനും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവരാദ്യം അത് സമ്മതിക്കത്തില്ല. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷനിൽ എന്നെ ഒരു 2 ദിവസം ചേർത്താൽ മതി, എനിക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ അപ്പോഴും അവരതിന് സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഹീറോയിന്റെ ആ ഒരു വിഷമം കണ്ടിട്ട് ഈ ഓഫീസറിന്റെ പിറയിൽ നിൽക്കുന്ന മറ്റൊരു ലേഡി ഓഫീസറുണ്ട്, അവർക്ക് എന്തോ ഒരു വിഷമം തോന്നുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു മെയിൻ ഹെഡ് ആണെങ്കിലോ അയാളെ ഹീറോയിനെ സഹായിക്കാൻ കഴിയത്തില്ല, നിങ്ങൾ തിരിച്ചിപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാനാണ് നോക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നല്ല വിഷമത്തോടെ തന്നെ ഹീറോയിൻ തന്റെ റൂമിലേക്ക് വന്നിട്ട് അവളുടെ മുഖമെല്ലാം കഴുകി അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അടുത്തൊരു ടെസ്റ്റ്. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. ഈ അവസ്ഥയിലാണ് അവള് ആ ഒരു സൈക്കോ കൊലയാളിയെ കൊല്ലാനായിട്ട് അവന്റെ പിറകെ പോകാൻ നിൽക്കുന്നത്. അങ്ങനെ കുറേ നേരം ആ ഒരു റൂമിലിരുന്ന് ചിന്തിച്ചതിന് ശേഷം ഈ അവസ്ഥയിൽ തന്റെ കുഞ്ഞിനെ വെച്ച് റിസ്ക് എടുക്കാനായിട്ട് ഹീറോയിൻ തയ്യാറല്ല. അങ്ങനെ തിരിച്ചു പോകാനായിട്ടുള്ള ആ ഒരു മനസ്സ് ഹീറോയിനെ തോന്നുമ്പോഴത്തേക്കും കറക്റ്റ് അവളുടെ ഫോണിലേക്ക് ആരും ഒരാൾ വിളിക്കുന്നു. അത് വേറെ ആരുമല്ല, ആ ഒരു FBI ഏജന്റ് ആയിട്ടുള്ള ലേഡി ഉണ്ടല്ലോ. ഹീറോയിന്റെ ഈ ഒരു അവസ്ഥയെല്ലാം കേട്ടിട്ട് വിഷമിച്ച അവരാണ് ഹീറോയിനെ വിളിക്കുന്നത്. ഇതുപോലെ നിന്നെപ്പറ്റി എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു ബാറിലേക്ക് നീ വരണമെന്ന് പറയുന്നതും ഹീറോയിൻ ഉടനെ തന്നെ ആ ഒരു ബാറിലേക്ക് പോവാണ്. ഇപ്പോൾ ഹീറോയിൻ ആവശ്യം എന്താണ്? ഹീറോയിൻ അറിയാത്ത ആ ഒരു സൈക്കോ കില്ലറിനെ പറ്റിയുള്ള വിവരങ്ങൾ. ഇപ്പൊ ആ ഒരു ഓഫീസർ ആണെങ്കിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ ഈ കാര്യം നിന്നോട് പറഞ്ഞത് FBI വേറെ ആരും അറിയരുത്, അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലി പോവും, നിന്റെ അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ നിന്നെ സഹായിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ആ കില്ലറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ ഹീറോയിനോട് പറഞ്ഞു കൊടുക്കുന്നു. ആ സൈക്കോ കില്ലർ ആദ്യമായിട്ട് കൊല ചെയ്യാൻ തുടങ്ങിയത് 17 ദിവസങ്ങൾക്ക് മുന്നെയാണ്. ഹിഡൻ വാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് അവൻ ആദ്യമായിട്ട് കൊലപാതകങ്ങൾ തുടങ്ങുന്നത്. അത് ആദ്യം കൊന്നത് ഒരു ഹോട്ടലിൽ നടത്തുന്ന ഒരാളെ. കൊന്ന ആളുടെ തല പീസ് പീസായിട്ട് വെട്ടിയതിനു ശേഷം അയാളുടെ ഡ്രസ്സ്, അതേപോലെ തന്നെ ആ ഒരു ഹോട്ടലിലെ ഫുഡ്, ഇങ്ങനെ ആ ഒരു കൊലയാളിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഇതേപോലെ ആ ഒരു സൈക്കോ കില്ലർ കൊന്നിട്ടുള്ള പകുതി ആളുകളും കൊല ചെയ്യപ്പെടാനായിട്ട് ഒരു കാരണമുണ്ട്. വേറൊന്നുമല്ല, അവൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൻ പകുതി ആളുകളെയും കൊന്നിട്ടുള്ളത്. അതിന് ഉദാഹരണമാണ് ആ ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് കയറിയിട്ട് അവിടെയുള്ള ഒരു പെണ്ണിനെ കൊന്ന് മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയല്ലോ അത്. അങ്ങനെ നോർത്ത് സൈഡിൽ നിന്ന് വെസ്റ്റ് സൈഡിലേക്ക് അവൻ അവന്റെ യാത്ര തുടങ്ങുമ്പോഴത്തേക്കും ഒരുപാട് പേരെ വരുന്ന വഴിക്ക് കൊന്നിട്ടുണ്ട്. അതുപോലെ ഒരു ഷോപ്പിലെ, അത് ഒരു ഗൺ ഷോപ്പിൽ കയറിയിട്ട് അവിടെയുള്ള ആളെ കൊന്ന് അവൻ ആവശ്യമായിട്ടുള്ള തൂക്കം കാര്യങ്ങളെല്ലാം അവൻ എടുക്കുന്നു. അതേപോലെ തന്നെ അവിടെ നിന്ന് ഗ്രനേഡ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ബോംബ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളും അവൻ മോഷ്ടിച്ചിട്ടുണ്ട്. അതേപോലെ പല ആളുകളെ കൊന്നിട്ട് അവരുടെ ക്രെഡിറ്റ് കാർഡ്, പണം, ഇങ്ങനെ പല കാര്യങ്ങളും അവ എടുക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ഹീറോയിന് മറ്റൊരു സംശയം. ഇപ്പോൾ ഹീറോയിൻ അവരോട് ചോദിക്കും, ശരി മാഡം, നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഒരു കില്ലർ അവന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട്, അത് ഓക്കെയാണ്. പക്ഷെ ഒരു ബന്ധമില്ലാതെ അവനൊരു ലൈബ്രറിക്കകത്തേക്ക് കയറിയിട്ട് അവിടെയുള്ള ഒരാളെയും കൊന്ന് അവിടെ നിന്നും കുറച്ച് ബുക്കുകൾ എടുത്തുകൊണ്ട് പോയല്ലോ, അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ആ ഓഫീസർ പറയും, അതാണ് ഞങ്ങൾക്ക് അറിയാത്തത്. ലൈബ്രറിയിലേക്ക് കയറിയിട്ട് N അതേപോലെ തന്നെ T, ഇതുപോലെ 2 അക്ഷരങ്ങളുള്ള ഒരു ബുക്കാണ് അവൻ മോഷിച്ചുകൊണ്ട് പോയത്. അതെന്തിനാണ് എടുത്തുകൊണ്ട് പോയതെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് അറിയത്തില്ല. അതുമല്ല, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് അവൻ വരുന്ന വഴിക്കെല്ലാം ഒരുപാട് പേരെ കൊന്നതിന് ശേഷം സാത്താന്റെ സിംബലോ അല്ലെങ്കിൽ സാത്താൻ ആരാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും വാചകങ്ങളോ എഴുതി വെച്ചിട്ടായിരിക്കും അവൻ ആ സ്ഥലത്ത് നിന്ന് പോകുന്നത്. അതുമല്ല, കൊന്നതിന് ശേഷം അവന് രാത്രിയിലേക്ക് കിടക്കാൻ വേണ്ടി ഒരു മോട്ടലാണ് അവൻ യൂസ് ചെയ്യുന്നത് എന്നുകൂടി ആ ഒരു ഓഫീസർ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ ചോദിക്കും, അതെങ്ങനെ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് പറയാൻ കഴിയും അവൻ മോട്ടലുകൾ മാത്രമാണ് രാത്രി കഴിയാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നതെന്ന്? അപ്പൊ ആ ഒരു ഓഫീസർ പറയും, ശരി, അത് ഞാൻ കാണിച്ചു തരാം, എന്നോടൊപ്പം വാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രാത്രി തന്നെ ഒരു മോട്ടലിലേക്ക് ഹീറോയിനെ കൊണ്ടുപോയിട്ട് ദേ ഇവിടെ വെച്ചാണ് ആ ഒരു കില്ലർ അവസാനമായിട്ട് അവന്റെ കൊല ചെയ്തിട്ടുള്ളത്. 2 ദിവസങ്ങൾക്ക് മുന്നെയാണ് അവൻ ഇവിടെ താമസിക്കാനായിട്ട് വന്നത്. ഒറ്റയ്ക്ക് വന്നാണ് റൂം എടുത്തത്, അതേപോലെ തന്നെ ക്യാഷ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ റൂമിനകത്തേക്ക് കയറിയതിനു ശേഷം അവൻ ഒരിക്കലും പുറത്തേക്ക് വന്നിട്ടില്ല. റൂമിന്റെ വെളിയിലാണെങ്കിലോ അവനെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നുള്ളൊരു ബോർഡും തൂക്കിയിരുന്നു. പക്ഷെ ഇവിടെ ജോലി ചെയ്യുന്ന ഏതൊരു പെൺകുട്ടി അത് കാണാതെ ആ റൂമിനകത്തേക്ക് കയറിപ്പോയി. ആ സമയത്ത് ഈ സൈക്കോ കില്ലർ ആണെങ്കിലോ സാത്താനെ സംബന്ധിച്ച് എന്തോ ഒരു കാര്യം ചെയ്യുമായിരുന്നു. ഈ പെണ്ണ് കയറി വന്നതും ഒന്നും നോക്കിയാൽ ആ ഒരു പെണ്ണിനെ കൊടൂരമായിട്ടും വെട്ടിക്കൊന്നിട്ട് എപ്പോഴും പോലെ ആ ഒരു സൈക്കോ ചെയ്യുന്നത് തന്നെയാണ്. ആ പെണ്ണിന്റെ രക്തം ഉപയോഗിച്ച് ഈ റൂമിൽ മുഴുവനും സാത്താന്റെ സിംബലുകളും അതേപോലെ തന്നെ ഒരുപാട് വാക്കുകളും എഴുതി വെച്ചിട്ടാണ് അവൻ പോയത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ ആ ഒരു ഓഫീസർ അകത്തേക്ക് കൊണ്ടുവന്ന് ഇതെല്ലാം കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവിടെ ഓപ്പൺ ദ ഗേറ്റ്, അതേപോലെ തന്നെ വേറെ ചില വാക്കുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് പഴയ എന്തോ ഒരു കാര്യം ഓർമ്മ വരുന്നു. പെട്ടെന്ന് ആ ഒരു ഓഫീസറിന്റെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് വാങ്ങിയിട്ട് 20 വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ സംഭവിച്ച ഒരു കൊലപാതകത്തെ പറ്റിയുള്ള ഒരു കാര്യം ഈ ഓഫീസറിന് കാണിച്ചു കൊടുക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഒരു ചർച്ച്, ആ ചർച്ചിൽ ഫാദർ ആയിട്ടുള്ള ഒരാള്, അതും അയാളുടെ പേര് റീവ്സ് എന്നാണ്. അതുപോലെ ആ ഫാദറിനെ സാത്താന്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൂട്ടമായിട്ട് ജനങ്ങളെ കൊന്ന് സാത്താന് ബലി കൊടുക്കണം എന്ന് വിശ്വസിച്ച ഒരാള്. അതിനുവേണ്ടി അയാൾ കൊന്നത് 1-2 പേരെയല്ല, 13 പേരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നരബലി കൊടുക്കുമായിരുന്നു.
പക്ഷെ ആ കേസിൽ എന്തായാലും അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവന് മരണശിക്ഷ വിധിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു ശിക്ഷ കൊടുക്കുന്നതിന് മുന്നേ ജയിലിൽ വെച്ചിട്ട് അയാൾ ഏതൊരു പോലീസുകാരനെ അപായപ്പെടുത്തി. അതുകൊണ്ട് ആ ഒരു കൊലയാളിയെ അന്ന് തന്നെ പോലീസുകാർ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ് ചെയ്തത്. ഇപ്പൊ ഇതിലൂടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല്, അന്ന് ആ ഒരു കൊലയാളി ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു സൈക്കോ കൊലയാളിയും ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാല്, ആളുകളെ കൊന്നതിന് ശേഷം അവരുടെ രക്തം ഉപയോഗിച്ചിട്ട് സാത്താനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചുമരിലെല്ലാം എഴുതി വെക്കുന്നു. അതേപോലെയാണ് ഈ ഒരു സൈക്കോ കൊലയാളിയും ചെയ്യുന്നത്. ഇത് രണ്ടും കണ്ടിട്ട് നിങ്ങൾക്ക് ഒരുപോലെ തോന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഓഫീസർ പറയും, അതെ നീ പറഞ്ഞത് കറക്റ്റാണ്. ഈ സൈക്കോ കൊലയാളിയുടെ കേസ് ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ റീവ്സ് എന്ന് പറഞ്ഞ ആ ഒരു കൊലയാളിയുടെ കേസ് ഞങ്ങൾ പരിശോധിച്ചിരുന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നടക്കുന്നത് സീരിയൽ കൊലപാതകങ്ങളാണ്. പക്ഷെ റീവ്സ് ചെയ്തതോ അതൊരിക്കലും സീരിയൽ കൊലപാതകങ്ങളല്ല. അതൊരു കൂട്ട കൊലപാതകമായിരുന്നു. കാരണം 13 പേരെ ഒരേ സമയം ഒരേ എടുത്തു വെച്ചിട്ട് ഒരുമിച്ച് കൊരുതി കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു കൊലയാളി ചെയ്യുന്നത് അങ്ങനെയല്ലല്ലോ. അവൻ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഓരോരുത്തരായിട്ട് കൊല്ലുകയാണ്. അത് ഒരു സീരിയൽ കില്ലറെ പോലെ. അതുകൊണ്ട് അത് രണ്ടും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവത്തില്ല എന്ന് ആ ഓഫീസർ പറയുമ്പോൾ ഹീറോയും വിചാരിക്കുന്നത് എന്താണ്, എന്തായാലും റീവ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൊലയാളിയെ ഇൻസ്പയർ ചെയ്തായിരിക്കണം ഈ സൈക്കോ കില്ലറും ഇതുപോലെയുള്ള കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നത്. എന്തായാലും അവൻ ഫോളോ ചെയ്തു വരുന്ന ആ ഒരു റൂട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് അവൻ അടുത്തതായിട്ട് എവിടെയായിരിക്കും സ്റ്റേ ചെയ്യാൻ പോകുന്നത്? എന്തായാലും ഈ ഒരു സർക്കിളിനുള്ളിൽ തന്നെ ആയിരിക്കും. അത് കണ്ടുപിടിച്ചാൽ ആ ഒരു കൊലയാളിയെ നമുക്ക് തടയാൻ കഴിയും എന്ന് പറഞ്ഞ് ഹീറോയും പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു ഓഫീസർ, ഓക്കെ ഇതൊരിക്കലും ഞാൻ നിന്നോട് പറയാൻ പാടില്ല, പക്ഷേ നിനക്ക് വേണ്ടി ഞാനത് പറഞ്ഞുതരാം. ഇവിടെ വലിയൊരു ബിൽഡിംഗ് തകർക്കാൻ വേണ്ടി കുറെ വെടിമരുന്നുകൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഇപ്പൊ ആ ഒരു വെടിമരുന്നും കാര്യങ്ങളൊന്നും അവിടെ കാണാനില്ല. അതും ഒരു നഗരത്തെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുള്ള അത്രയും പവറുള്ള വെടിമരുന്നുകളാണ്. ഇപ്പോ ഞങ്ങളുടെ പേടി എന്താന്ന് വെച്ചാല്, നമ്മൾ അന്വേഷിക്കുന്ന ആ ഒരു കില്ലർ ആ വെടിമരുന്ന് വല്ലതും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാലേ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് നീയും കുറച്ച് സുരക്ഷിതമായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഓഫീസർ ഇവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് ഹീറോയിനോട് കുറച്ച് ശ്രദ്ധയോടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ആ ഒരു ലേഡി ഓഫീസർ അവിടെ നിന്ന് പോവാണ്. അതേസമയം ഇവിടെ ആ ഒരു സൈക്കോ കില്ലറിനെ കാണിക്കുമ്പോൾ അവൻ ഇപ്പോൾ താമസിക്കുന്ന ആ ഒരു മോട്ടലിനകത്തുള്ള റൂമിലിരുന്നിട്ട് റീവ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പഴയ ഫാദർ ആയിട്ടുള്ള ഒരു കൊലയാളി ഉണ്ടല്ലോ, അയാളുടെ കേസും അതേപോലെ തന്നെ ഈ ഒരു സൈക്കോ കില്ലറിന്റെ കേസും അത് രണ്ടും കമ്പയർ ചെയ്ത് ന്യൂസ് ഇങ്ങനെ ഓടുന്നതും ഇതെല്ലാം ഈ ഒരു സൈക്കോ കില്ലർ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുമല്ല അവന്റെ മുന്നിലുള്ള കലണ്ടറിലെ മാർച്ച് മാസമാണ്. അതിൽ 28ാമത്തെ ആ ഒരു ഡേറ്റ് അത് അവൻ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നു. എന്തായാലും സാധാ കില്ലറല്ല, നല്ല ബോഡിയെല്ലാം ബിൽഡ് ചെയ്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ശരീരമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഈ ജിമ്മിലൊക്കെ പോകുന്നത് കൊണ്ട് കണ്ടതുകൊണ്ടൊന്ന് പറഞ്ഞതാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തന്റെ കാർ കൊടുത്ത് കില്ലർ നേരെ പോകുന്നത് അടുത്തുള്ളൊരു ചർച്ചിനടുത്തേക്ക്. അങ്ങനെ ആ ഒരു ചർച്ചിനകത്തേക്ക് കയറുമ്പോൾ ആ ചർച്ചിലൊരു ഫാദർ അല്ലാതെ ഇപ്പോൾ വേറെ ആരുമില്ല. അതുകൊണ്ട് കുമ്പസരിക്കാനെന്നുള്ള രീതിയിൽ ആ ഫാദറിനോടൊപ്പം കുമ്പസാര കൂടിനകത്തേക്ക് കയറും. അങ്ങനെ കുമ്പസരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഫാദർ എല്ലാം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സൈക്കോ കില്ലർ പറയുന്നത് വേറൊന്നുമല്ല, ഞാനിപ്പോ ഇതുപോലെ ആവാൻ തന്നെ കാരണം നിന്നെപ്പോലെ ഒരു ഫാദറാണ്, നിനക്കൊന്നും ജീവിക്കാൻ തന്നെ അവകാശമില്ല എന്ന് പറഞ്ഞ് ആ ഒരു കുമ്പസാര കൂടുണ്ടല്ലോ അതിലൂടെ തന്നെ ഒരു പൈപ്പ് അങ്ങനെ ഇടിച്ച് ഈ ഫാദറിന്റെ കഴുത്തിലേക്ക് ഇറക്കിയിട്ട് അയാൾ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു. അതേപോലെ തന്നെ ഒരു കൊടൂര കാര്യം ഈ സൈക്കോ കില്ലർ ചെയ്യുന്നുണ്ട്. എന്താന്നല്ലേ, ആ ഫാദറിന്റെ കഴുത്തിൽ തിരിയിരിക്കുന്ന ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ അതിലൂടെ രക്തം മറുവശത്തേക്ക് വരുമ്പോഴത്തേക്കും അത് വാ വെച്ച് കുടിക്കുകയും കൂടി ചെയ്യുന്നു. ഷടാ എന്ത് വൃത്തിയിട്ട സൈക്കോണെന്ന് നോക്കണേ. അങ്ങനെ അത് വയറ് നിറയെ കുടിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ ആ ഒരു ചർച്ചിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അതേപോലെ തന്നെ നടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഷടാ സൈക്കോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ? അങ്ങനെ അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ കില്ലർ അവൻ കൊല ചെയ്യുന്ന ആ ഒരു സ്ഥലങ്ങളിലെല്ലാം രക്തം വെച്ചിട്ട് ഓപ്പൺ ദ ഗേറ്റ്സ് എന്ന് പറഞ്ഞൊരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതിനെപ്പറ്റി കൂടുതലായിട്ടും ഇന്റർനെറ്റിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് സാത്താനെ ആരാധിക്കുന്ന ഏതൊരു കമ്മ്യൂണിറ്റി, അതേപോലെ 20 വർഷങ്ങൾക്ക് മുന്നേ റീവ്സ് എന്ന് പറഞ്ഞിട്ടൊരു കൊലയാളി ഇതുപോലെ കൂട്ടമായിട്ട് ഒരുപാട് പേരെ കൊന്നല്ലോ. ആ ഫാദറിനെ ഇൻസ്പയർ ചെയ്തിട്ട് ഓപ്പൺ ദ ഗേറ്റ്സ് എന്നും പറഞ്ഞ് ഒരു വീഡിയോ ആൽബം തന്നെ ഇവന്മാരെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. എടാ മോനെ, കൊല ചെയ്യുന്ന സൈക്കോകൾക്ക് വേണ്ടി വരെ ഇതുപോലെ ആൽബം ഇറക്കി വെച്ചേക്കാണ്, അതും ഡാർക്ക് വെബിലെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്നത്, ഈ നാട്ടിലുള്ള എല്ലാ മോട്ടലുകളിലും കയറി ഇറങ്ങി ഇതുപോലെ ആ ഒരു സൈക്കോ കില്ലർ ഇവിടെ വന്നിട്ടുണ്ടോ എന്നെല്ലാം അന്വേഷിക്കുകയാണ്. എന്താന്ന് വെച്ചാലേ നല്ല ഉയരമുള്ള മുടിയെല്ലാം വളർത്തിയ അത് രാത്രി സമയങ്ങളിൽ ഒറ്റയ്ക്കാണ് വരുന്നത്. ക്യാഷ് ആയിരിക്കും അവൻ കൂടുതലായിട്ട് തരുന്നത്. ഇങ്ങനെ ആ ഒരു FBI ഏജന്റ് പറഞ്ഞ ആ ഒരു അടയാളങ്ങളുണ്ടല്ലോ അതെല്ലാം വെച്ചിട്ട് ഓരോ മോട്ടലുകളിലും അന്വേഷിച്ച് അവസാനം ഒരു മോട്ടലിൽ വന്നിട്ട് ഇതുപോലെ അടയാളങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും ആ മോട്ടലിൽ നിൽക്കുന്ന റിസപ്ഷനിസ്റ്റ്, സോറി മേഡം, ഇന്നലെ രാത്രി ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, എനിക്ക് പകരം വേറൊരാളാണ്. പക്ഷെ കുഴപ്പമില്ല മേഡം, നമുക്ക് എന്തായാലും ബുക്ക് പരിശോധിക്കാം, അതിൽ ഇവിടേക്ക് വരുന്ന എല്ലാവരുടെയും സൈൻ വാങ്ങാറുണ്ട്. അങ്ങനെ ഇന്നലെ വന്ന എല്ലാവരുടെയും സൈൻ ആ ഒരു രജിസ്റ്റർ ഉണ്ടല്ലോ അതുവഴി നോക്കുമ്പോഴത്തേക്കാണ് അതിൽ റീവ്സ് എന്ന് പറഞ്ഞ ഒരുത്തിന്റെ പേരും അതേപോലെ തന്നെ സൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഹീറോയിന് മനസ്സിലായി ഇതാ ഒരു സൈക്കോ ആണെന്ന്. അതുകൊണ്ട് ഹീറോയിൻ ഈ ഒരു റിസപ്ഷനിൽ നിൽക്കുന്ന അയാളോട് പറയും, സാർ ഞാൻ പറയുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം, ഇപ്പോൾ നിങ്ങളുടെ ഹോട്ടലിലേക്ക് വന്ന ഒരാൾ സാധാരണ ഒരാളല്ല, ഒരു സൈക്കോ കൊലയാളിയാണ്.
അതും സാത്താനിക് സ്ലാഷർ എന്ന് പറഞ്ഞിട്ട് ഒരു കൊലയാളിയെ പോലീസുകാരെല്ലാവരും അന്വേഷിക്കുന്നില്ലേ, ആ കൊലയാളി. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്നറിയോ? പെട്ടെന്ന് തന്നെ പോലീസിനെ ഇവിടേക്ക് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ ഒറ്റയ്ക്ക് തോക്കുമായിട്ട് അവൻ ഏത് റൂമിലാണോ താമസിക്കുന്നത് ആ ഒരു റൂമിനകത്തേക്ക് നടന്നു പോകുന്നു. ഒന്നാമതേ ഹീറോയിൻ പ്രഗ്നന്റ്, അതുപോലെ ഒറ്റയ്ക്ക് ഇത്രയും വലിയ തടിമാടനായിട്ടുള്ള ആ ഒരു സൈക്കോയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നാണോ ആ പോലീസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ളത്? ഇതാണ് ഈ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കാണുന്ന നമുക്ക് ദേഷ്യം വരുന്നത്. ഇതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഹീറോയിൻ ഇപ്പോൾ ഒറ്റയ്ക്ക് അവന്റെ റൂമിനടുത്തേക്ക് വന്നിട്ട് ആ ഒരു ഡോർ തുറന്ന് അകത്തേക്കായിരുന്നു. അകത്തേക്ക് കയറുമ്പോഴത്തേക്കും മെയിൻ ഹാളിൽ ആ സൈക്കോയെ കാണാനില്ല. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും ടേബിളിൽ ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്. അതിലെന്തോ ഒരു കാര്യം MNO എന്ന് പറഞ്ഞിട്ട് ഇവനൊരു പരസ്യം കൊടുത്തിരുന്നല്ലോ, അതിനൊരു മറുപടിയും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ആ പരസ്യത്തിലൂടെ തന്നെ അവൻ പറയുകയും ചെയ്തിരുന്നു. ഇപ്പൊ അതിന്റെ മറുപടിയാണെന്ന് തോന്നുന്നു. മറ്റൊരു പത്രത്തിൽ വേറൊരു പരസ്യം അവൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഹീറോയിൻ കണ്ടിട്ട് ഇപ്പോൾ ബാത്റൂമിൽ ഒരാൾ നിൽക്കുന്ന പോലെ സൗണ്ട് കേട്ട് ഹീറോയിൻ പതിയെ ബാത്റൂമിനകത്തേക്ക് കയറിച്ചു നോക്കുമ്പോൾ അതിനകത്ത് ആ ഒരു സൈക്കോയെ കാണാനില്ല. സാധാരണ നമ്മുടെ സൈക്കോ എപ്പോഴും ഒളിച്ചിരിക്കുന്ന എവിടെയാണ്? കബോർഡിനുള്ളിൽ. അതുപോലെ ഇപ്പോൾ കബോർഡും തുറന്ന് നേരെ വന്ന് നമ്മുടെ ഹീറോയിനെ പിടിച്ചിട്ട് അവളെ നല്ലതുപോലെ ഇടിക്കുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിലോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ തടിമാടനോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് അവളെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാനം ഹീറോയിനെ ഇടിച്ചു കളഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു സൈക്കോ ആണെങ്കിലും മാസ്ക് എടുത്ത് തലയിലേക്ക് വെച്ച് പോലീസ് വരുന്നതിന് മുന്നേ തന്നെ പുറകിലത്തെ ആ ഒരു ജനാലയം തകർത്ത് അവന്റെ ബാഗും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അവൻ നൈസായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ സമാധാനിക്കാനായിട്ട് ഒരു കാര്യമുണ്ട്. ആ ന്യൂസ് പേപ്പറിൽ വന്ന റിപ്ലൈ അത് നമ്മുടെ ഹീറോയിന് കിട്ടി. ഇപ്പൊ അതെടുത്ത് വായിച്ചു നോക്കുമ്പോഴത്തേക്കും MNO, അതേപോലെ തന്നെ താഴെ ഒരുപാട് ടെലിഫോൺ നമ്പറുകളുണ്ട്. സത്യത്തില് ഈ കോഡുകളെല്ലാം വെച്ചിട്ട് ഇത് ഡീകോഡ് ചെയ്തെടുക്കണം, എന്നാലേ അവർ തന്നിരിക്കുന്ന ആ ഒരു മറുപടി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അപ്പോഴാണ് ഹീറോയിൻ തന്റെ ഫോൺ എടുക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കീപാഡ് ഫോണുകളിലെല്ലാം ഓരോ നമ്പറിന്റെ അടിയിലും ഓരോ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉണ്ടാവുമല്ലോ. ഒന്നിനടിയിൽ ABC, രണ്ടിനടിയിൽ DEF, ഇങ്ങനെയുള്ള നമ്പറുകളും അക്ഷരങ്ങളും. അതേപോലെ അവള് ഓരോ നമ്പറുകളുടെ അടിയിൽ വരുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നെല്ലാം എഴുതി അവസാനം ഈ നമ്പർ മൊത്തത്തിൽ ഡീകോഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു സൈക്കോ കില്ലറും ഇതുപോലെ ആ ഒരു പരസ്യം ഡീകോഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവസാനം ഒരു ഫോൺ നമ്പർ ഇവള് കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പൊ അതിൽ എഴുതിയിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഞങ്ങളെപ്പോലെ തന്നെ വിശ്വാസമുള്ളവരെ ഞങ്ങൾ വരവേൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു റിപ്ലൈ വന്നിട്ടുള്ളതും അതേപോലെ തന്നെ അതിന് താഴെയുള്ള ആ ഒരു നമ്പരും കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്താണ് ചെയ്യുന്നത്? ആ ഒരു ഫോൺ നമ്പർ വെച്ചിട്ട് അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കും. ഇവിടെ നമ്മുടെ സൈക്കോ കൊലയാളിയാണെങ്കിലോ ആ നമ്പറിലേക്ക് കോൾ ചെയ്യുന്നു. ഇപ്പോൾ ഫോൺ എടുക്കുന്നവനാണെങ്കിൽ, സാർ നിങ്ങൾ ആ ഒരു പരസ്യം ഡീകോഡ് ചെയ്തിട്ടല്ലേ ഞങ്ങളെ വിളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും സാത്താനെ ആരാധിക്കുന്ന ഒരാളാണ്, നിങ്ങളാണ് ആ ഒരു പരസ്യം പത്രത്തിൽ കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ സൈക്കോ പറയും അതെ. അപ്പോൾ ഈ വീട്ടിൽ ഹെഡായിട്ടുള്ളത് ഒരു വയസ്സായിട്ടുള്ള ആളാണ്, അയാളുടെ അസിസ്റ്റന്റ് ആണ് ഇപ്പോൾ ഫോണിൽ സംസാരിക്കുന്നത്. അങ്ങനെ അവ ക്ഷണിച്ചതുപോലെ തന്നെ നമ്മുടെ കില്ലർ ഉടനെ തന്നെ വണ്ടി എടുത്തിട്ട് ആ സ്ഥലത്തേക്ക് പോകുന്നു. ഇപ്പോൾ ഒരു വലിയ ഗേറ്റിന് മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതും ഈ ഗേറ്റ് കഴിഞ്ഞ് ആ ഒരു വീട്ടിലേക്ക് പോകാനായിട്ട് തന്നെ നല്ല ദൂരമുണ്ട്. ഈ പാണ്ടിപ്പടയിൽ പറയുന്നത് പോലെ ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോ വിളിക്കണമല്ലോ. അതുപോലെ നമ്മുടെ സൈക്കോ കില്ലറിനെ ഇപ്പോൾ ഒരു കാറിലാണ് ഈ ഗേറ്റിനടുത്ത് നിന്ന് വീട് വരെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ ആ ഒരു അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്, ഇത്രയും ദൂരം ഞങ്ങളെ അന്വേഷിച്ച് വരാനായിട്ട് കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ സൈക്കോ പറയും, എനിക്കൊരു കാര്യം അറിയണം, മറ്റൊരാളോട് ചോദിക്കുന്നതിലും ഭേദം എന്നെപ്പോലെ സാത്താനെ വിശ്വസിക്കുന്ന നിങ്ങളോട് തന്നെ അത് ചോദിക്കാന്ന് വെച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു അസിസ്റ്റന്റിനോടൊപ്പം നേരെ ആ ഒരു വീടിനകത്തേക്ക് പോകുന്നു. അകത്തേക്ക് വന്നതും സാത്താനെ ആരാധിക്കുന്ന ഇവരുടെ എല്ലാം ബോസ് ഉണ്ടല്ലോ, നമ്മുടെ സൈക്കോയുടെ അല്ല, ഈ വീട്ടിലുള്ള ആ ഒരു ബോസ്, അയാള് സാത്താനെ പ്രകീർത്തിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ കില്ലർ അതൊക്കെ കേട്ടിട്ടും വലിയ കാര്യമൊക്കുന്നില്ല. കില്ലർ നേരെ അയാളോട് ചോദിക്കുന്നത്, ഞാനൊരു കാര്യം അന്വേഷിച്ചാണ് വന്നത്, അത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, അതിനല്ലേ എന്റെ അസിസ്റ്റന്റ് ഉള്ളത്, അവനോട് ചോദിച്ചാൽ കിട്ടാത്ത ഒരു വിവരമില്ലാന്ന് പറയുന്നതും കില്ലർ ഉടനെ തന്നെ ആ ഒരു അസിസ്റ്റന്റ് ഉണ്ടല്ലോ അവനോട് കാര്യം ചോദിക്കും. എന്താണെന്ന് വെച്ചാല്, ഞാൻ ഒരാളെ അന്വേഷിക്കുകയാണ്, അവൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അവന്റെ പേരോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ അവൻ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്, അവൻ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം, അത് വെച്ചിട്ട് അവന്റെ ഡീറ്റെയിൽസ്, വീട്, ഇതെല്ലാം നീ കണ്ടുപിടിച്ച് തരണം എന്ന് പറയുമ്പോൾ ആ ഒരു അസിസ്റ്റന്റ് അവൻ പറയും, ബോസ് ഇതാണ് ഇത്ര വലിയ കാര്യം, ഇതൊക്കെ സിമ്പിൾ അല്ലേ, ഇതിനല്ലേ ഞങ്ങളിവിടെ ഉള്ളത്, എനിക്കറിയാവുന്ന ഒരു ഡിറ്റക്റ്റീവ് ഉണ്ട്, അവനോട് കാര്യങ്ങൾ ചോദിച്ച് അയാളുടെ എല്ലാ വിവരവും ഞാൻ നിങ്ങൾക്ക് തരാം എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും ആ വീട്ടിലുള്ള TV ന്യൂസിൽ ഇതിന് മുന്നേ മരിച്ച ഹീറോയിന്റെ ഭർത്താവുണ്ടല്ലോ അവനെ പറ്റിയുള്ള ആ ഒരു ന്യൂസ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവന്റെ ഭാര്യ ഇതാണെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നതും ഇത് കണ്ട സൈക്കോയ്ക്ക് മനസ്സിലായി തന്നെ അന്വേഷിച്ചു വന്നത് ആ ഒരു പോലീസുകാരന്റെ ഭാര്യയാണെന്ന്. അതുകൊണ്ട് ഉടനെ തന്നെ സൈക്കോ നമ്മുടെ ഹീറോയിനെ വിളിക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ ആദ്യം മനസ്സിലാവത്തില്ല. എന്നിട്ട് സൈക്കോ പറയും, നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു സൈക്കോ തന്നെയാണ് ഞാൻ, എന്തുപറ്റി, എന്നെ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ടല്ലേ,
പക്ഷെ നടക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ ഇത്രയും ശ്രമിച്ചതല്ലേ, നിങ്ങൾക്ക് ഒരവസരം ഞാൻ തരാം. അതും ആർക്കും അറിയാത്ത ഒരു കാര്യം. കഴിയുമെങ്കിൽ എന്നെ പിടിക്കേ. വരാൻ പോകുന്ന മാർച്ച് 28 ഞാൻ ആ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. കഴിയുമെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് എന്നെ തടയാൻ പറയും എന്നവൾക്ക് ഹിന്റ് കൊടുക്കുന്ന രീതിയിൽ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നതും. ഇപ്പോൾ റൂമിലിരുന്ന് ബോറടിച്ചിട്ട് സൈക്കോ നേരെ മെയിൻ ഹാളിലേക്ക് വരും. അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇവിടുത്തെ ആ ഒരു ബോസ് ഉണ്ടല്ലോ, അയാളും അതേപോലെ തന്നെ കൂടെ ഒരുപാട് പെണ്ണുങ്ങളും പിന്നെ വേറെ കുറെ ആളുകളുണ്ടായിരുന്നു. ഇവരെല്ലാവരും ആ ഒരു മെയിൻ ഹാളിൽ വെച്ചിട്ട് ഹട ഗൊമ്മാലെ ഇതെന്ത് പരിപാടിയെന്ന് നമ്മൾ ചോദിച്ചു. എന്താന്ന് വെച്ചാൽ ഈ ഒരു മയക്ക് മരുന്ന്, സ്റ്റാമ്പ്, ഇതെല്ലാം വെച്ചിട്ട് ഇവന്മാർ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണിച്ച് കൂട്ടുന്നുണ്ട്. ഇതൊന്നും കാണാൻ കഴിയാതെ നമ്മുടെ സൈക്കോ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ അവന്റെ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു അസിസ്റ്റന്റ് അവിടേക്ക് വന്നിട്ട്, ബോസ്, നിങ്ങൾ അന്വേഷിച്ച കാര്യം ഞാൻ കണ്ടുപിടിച്ചു. അതെ, ഇതാണ് നിങ്ങൾ അന്വേഷിച്ച ആള്, ഇയാളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് എന്ന് പറയുന്നതും ഇത് കേട്ട സൈക്കോ പെട്ടെന്ന് തന്നെ അവന്റെ ബാഗ് കൊടുത്ത് അവിടെ നിന്ന് പോവാണ്. അപ്പൊ ഈ ഒരു അസിസ്റ്റന്റ് ആണെങ്കിലോ പുറകെ വന്നിട്ട് നമ്മുടെ സൈക്കോയോട്, എന്താ ബോസ് ഇത്, പെട്ടെന്ന് വന്നു, എന്തോ ഒരു ആവശ്യം വേണമെന്ന് പറഞ്ഞു, അത് ചെയ്തു തന്നു, ഒന്നും പറയാതെ ഇങ്ങനെ പെട്ടെന്ന് പോയി കഴിഞ്ഞാല് എന്നെല്ലാം വന്ന സമയം മുതൽ ഈ ഒരു സൈക്കോയോട് ഈ അസിസ്റ്റന്റ് ഉണ്ടല്ലോ അവൻ ആവശ്യമില്ലാതെ വളവളാന്ന് പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇതെല്ലാം കേട്ട് നമ്മുടെ സൈക്കോ ഇപ്പൊ തന്റെ മാസ്ക് ആ കാറിൽ നിന്ന് എടുത്തിടുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കോടാലി എടുത്ത് കയ്യിൽ പിടിച്ചിട്ട്, നീ എനിക്ക് ഇത്രയും സഹായം ചെയ്തുകൊണ്ടാണ് നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നത്. ഇനി ഒരു അക്ഷരം നീ മിണ്ടിക്കഴിഞ്ഞാലേ നിന്നെ ഞാൻ കൊല്ലും. പിന്നെ ഞാനിവിടെ ചെയ്ത കാര്യം ഒരാളോടും മിണ്ടിപ്പോരുത്, കാരണം നിന്നെ ഞാൻ കണ്ടു. ഇതാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ തേടി വന്ന് ഞാൻ കൊല്ലുമെന്ന് പറയുന്നതും അവൻ അവിടെ നിന്ന് പേടിച്ചു വിടുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സൈക്കോ എന്താ ചെയ്യുന്നറിയോ, ഈ കോടാലിയും കൊണ്ട് നേരെ ആ വീടിനകത്തേക്ക് കയറിപ്പോവും. എന്നിട്ട് അതിനകത്തുള്ള 6 എണ്ണത്തിനെയും അവരുടെ ബോസ് ഉൾപ്പെടെ എല്ലാത്തിനെയും, നീയൊക്കെ ഒരിക്കലും സാത്താനെ ആരാധിക്കുന്നവരല്ല, അതിനുള്ള അർഹത പോലും നിനക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ആ 6 പേരെയും അവിടെ വെച്ച് തന്നെ കൊടൂരമായിട്ട് വെട്ടിക്കൊല്ലുകയാണ്. അതും ഈ ഒരു സീൻ തന്നെ കാണിക്കുന്നത് ഭയങ്കര സ്ലോ മോഷനിലാണ് ഓരോരുത്തരെ കൊല്ലുന്നത്. അങ്ങനെ എല്ലാവരെയും കൊന്നതിന് ശേഷം നമ്മുടെ സൈക്കോ അവിടെ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ അടുത്തുള്ള ആ ഒരു ജനാലയിൽ എന്തോ ഒരു വിളിച്ചോടിക്കുന്നു. അത് കുറച്ചു നേരം നോക്കി നിന്നിട്ട് സൈക്കോ നേരെ ആ ജനാലയുടെ അടുത്തേക്ക് തന്റെ മാസ്ക് എടുത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കും. എന്നിട്ട് നോക്കി നിൽക്കുന്നതും പെട്ടെന്ന് ആ ഒരു മാസ്ക് പൊട്ടിയങ്ങ് തെറിക്കുന്നു. എന്താന്ന് വെച്ചാല് നമ്മുടെ ഹീറോയിനും ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഇവിടേക്ക് വന്നിരുന്നല്ലോ. ഇപ്പോൾ സൈക്കോയ്ക്ക് വേണ്ടി ഹീറോയിൻ അവിടെ ഒരു സ്നൈപ്പറുമായിട്ട് വെയിറ്റ് ചെയ്ത് സൈക്കോയെ ഷൂട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഈ മാസ്ക് വെച്ച കാര്യം ഹീറോയിൻ അറിയത്തില്ല. ഹീറോയിൻ വിചാരിച്ചെന്താണ് സൈക്കോയാണ് അവൾ ഷൂട്ട് ചെയ്തതെന്ന്. ഈ ഗ്യാപ്പിൽ നമ്മുടെ സൈക്കോ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് വന്നിട്ട് അവന്റെ കാറും എടുത്ത് നേരെ ഹീറോയിന്റെ കാറും ഇടിച്ച് മറ്റൊരു വശത്തേക്ക് മറിച്ചതിന് ശേഷമാണ് അവൻ കാർ കൊണ്ട് രക്ഷപ്പെട്ട് പോകുന്നത്. ഇത് കണ്ട ഹീറോയിൻ ആണെങ്കിൽ ഓടി വന്ന് തന്റെ കാർ എടുത്ത് അവന്റെ പിറകെ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാർ ഈ കുഴിയിലായതുകൊണ്ട് അവനെ ഫോളോ ചെയ്ത് പോകാനും കഴിയത്തില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ അവിടേക്ക് പോലീസുകാർ വരുന്നുണ്ട്. ഇപ്പോൾ പോലീസിനെ കാണുമ്പോൾ ഹീറോയിൻ നല്ല ദേഷ്യപ്പെട്ട് അവരോട് സംസാരിക്കും. നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞു ഈ സൈക്കോ ഇവിടെ ഉണ്ടാവുമെന്ന്, പക്ഷെ നിങ്ങൾ ആരും കേട്ടില്ല. ഇപ്പോൾ അതേ നോക്ക്, 6 പേരെ കൊന്നിട്ടാണ് അവൻ ഇവിടെ നിന്ന് പോയത്. ഇങ്ങനെ പഴം വിഴുങ്ങിയതുപോലെ നിൽക്കാതെ എന്തെങ്കിലും ചെയ്യും. ഇത് ഹീറോയിൻ പറഞ്ഞതല്ല, ഞാൻ കൈന്നിട്ട് പറഞ്ഞതാണ്. ദേ ആ മൊട്ടത്തലയൻ പോലീസുകാരനെ നോക്ക്, കാണുമ്പോൾ തന്നെ അതുപോലെ പറയാനല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്. അതേപോലെ ഹീറോയിൻ കണ്ടുപിടിച്ച ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ, ആൽബം, സോങ്സ്, ഇവരുടെ സൈറ്റ്, ഈ കാര്യങ്ങളെല്ലാം ഈ പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനിയെങ്കിലും ഞാൻ പറയുന്നത് പോലെ ചെയ്യേ. അതേപോലെ റീവ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൊലയാളിയില്ലേ, അവൻ കൂട്ടത്തോടെ ഒരുപാട് പേരെ കൊന്നതുപോലെ ഇവനും അതുപോലെ എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അതിനു മുന്നേ അവനെ പിടിക്കണം എന്ന് ഹീറോയിൻ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഈ പോലീസുകാരന്മാരോട് പറഞ്ഞിട്ട്, താ മൊട്ടത്തലയ നീ കേട്ടോ ഹീറോയിൻ പറയുന്നത്, മരത്തലയാ എന്ന് പറയുന്നതും ഇപ്പോഴും ഈ മണ്ടന്മാര് അതൊന്നും വലിയ കാര്യമൊക്കെ എടുക്കുന്നില്ല. അതേസമയം നമ്മുടെ സൈക്കോയെ കാണിക്കുമ്പോൾ ആ ഒരു അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്നും ഒരാളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിരുന്നല്ലോ. ആ വീട്ടിലേക്ക് നമ്മുടെ സൈക്കോ തന്റെ ബാഗൊക്കെ ആയിട്ട് പോവാണ്. വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. അങ്ങനെ ആ ഒരു ഡോറും തുറന്ന് അകത്തേക്ക് വന്നിട്ട് തന്റെ സാധനങ്ങളെല്ലാം അവിടേക്ക് വെച്ച് ടൂൾസും കാര്യങ്ങളെല്ലാം എടുത്ത് വെളിയിലേക്ക് വെച്ചിട്ട് ഇപ്പൊ ആ ഒരു വീട്ടിലുള്ളവർ വരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ആ ഒരു വീട്ടിലെ ഭാര്യയും ഭർത്താവും അവിടേക്ക് വരുന്നു. വേറെന്താണ് നമ്മുടെ സൈക്കോ 2 പേരെയും പിടിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഇപ്പോൾ ഹീറോയിൻ ഒരു ചർച്ചിന് മുന്നിലായിട്ട് ഓപ്പോസിറ്റ് ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്. അതിന് മുകളിൽ ബൈനോക്കുലറും തന്റെ സ്നൈപ്പർ തോക്കുമായിട്ട് നിൽക്കാണ്. കാരണം ഈ സൈക്കോ ഈ ചർച്ചിൽ വെച്ചിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവാണ് എന്നാണ് ഹീറോയിന്റെ മനസ്സിലുള്ളത്. അതുപോലെ തന്നെ ഹീറോയിൻ അവിടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ താഴെ നോക്കുമ്പോൾ എന്തായാലും നേരത്തെ ആ ഒരു പോലീസുകാരോട് പറഞ്ഞിട്ട് അവർ കാര്യമൊക്കെ എടുത്തില്ലെങ്കിലും ഇപ്പോൾ അവർക്ക് ബുദ്ധി വന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവരും ആ ചർച്ചിനടുത്തായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഒളിച്ചിങ്ങനെ നിൽക്കുകയാണ് ഈ സൈക്കോയെ പിടിക്കാൻ വേണ്ടി. ഇപ്പോൾ ഹീറോയിൻ കുറെ നേരമായിട്ട് തന്റെ ബൈനോക്കുലറും വെച്ചിട്ട് ഈ സൈക്കോ അന്വേഷിക്കാൻ നോക്കുമ്പോഴത്തേക്ക് അവൻ വരുന്നില്ല. അങ്ങനെ ഈ ചർച്ചിന്റെ ഭാഗത്ത് ഇങ്ങനെ നോക്കുമ്പോഴാണ് 3MI എന്നുള്ളൊരു കാര്യം ഈ ചർച്ചിൽ രക്തം വെച്ച് എഴുതിയിട്ടുണ്ട്. ഈ കാര്യം ഹീറോയിൻ കാണുന്നതും ഇതിനു മുന്നേയും ഇതുപോലൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് ആ കില്ലറ് കൊല ചെയ്തിട്ട് ഒരു റൂമിൽ ഇതുപോലെ ഓപ്പൺ ദ ഗേറ്റ്
അതേപോലെ തന്നെ 3MI എന്നൊരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ 3MI എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? 3 മൈൽ ഐലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിന്റെ പേരാണ്. ഇപ്പോൾ ഹീറോയിൻ നിൽക്കുന്ന ആ ഒരു ചർച്ചിനെ കുറച്ച് ദൂരെയായിട്ടാണ് ആ ഒരു സ്ഥലമുള്ളത്. അങ്ങനെ ഹീറോയിൻ തന്റെ സ്നൈപ്പർ എടുത്ത് ആ ഏരിയ എവിടെയാണെന്ന് ഇങ്ങനെ നോക്കുന്നതും ഇവിടെയാണ് ഒരു ഒന്നൊന്നര ടെസ്റ്റ്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞില്ല, ആ ഒരു സൈക്കോ എന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അത് വേറൊന്നുമല്ല ഹീറോയിൻ നോക്കുന്ന ആ ഒരു സ്ഥലത്തുള്ളത്. അവിടെ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണുള്ളത്. ഇവിടെ തന്നെ നമുക്ക് മനസ്സിലായി ആ ഒരു സൈക്കോയുടെ യഥാർത്ഥ പ്ലാൻ എന്താണെന്ന്. ഓപ്പൺ ദ ഗേറ്റ് എന്ന് പറഞ്ഞാൽ സാത്താന്റെ ലോകത്തേക്ക് പോകാനായിട്ടുള്ള ആ ഒരു ഗേറ്റ് തുറക്കുക. അതിനുവേണ്ടി എന്താണ്, കൂട്ടത്തോടെ ആളുകളെ സാത്താന് ബലി കൊടുക്കണം. ഇതിനു മുന്നേ റീവ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഫാദർ ചെയ്തത് 13 വരെ കൊല്ലുക എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു സൈക്കോയുടെ പ്ലാൻ എന്താണ്, ഈ ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അത് തകർത്തിട്ട് ഈ നഗരത്തിലുള്ള എല്ലാ ജനങ്ങളെയും കൊന്ന് സാത്താന് ബലിയായിട്ട് കൊടുക്കുക. അതിലൂടെ അവനും നരകത്തിലേക്ക് എത്തുക. ഇതാണ് ആ സൈക്കോയുടെ പ്ലാൻ. അതിനു വേണ്ടിയിട്ടാണ് അവൻ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നത് തന്നെ. വരുന്ന വഴിക്ക് ഈ സ്ഫോടക വസ്തുക്കളെല്ലാം മോഷ്ടിക്കുകയെല്ലാം ചെയ്തല്ലോ. അതെല്ലാം മോഷ്ടിച്ചതും ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ സ്ഥലം തകർക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ വരുന്ന വഴിക്ക് ഒരുപാട് പേരെ കൊല്ലാൻ കാരണവും ആ സാത്താന് വേണ്ടിയിട്ടുള്ള വഴിപാടിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേരെ കൊന്നതുമാണ്. പിന്നെ ഒരു ലൈബ്രറിയിൽ കയറിയിട്ട് 2 ബുക്കുകൾ മോഷ്ടിച്ചെന്ന് പറഞ്ഞല്ലോ. ആ 2 ബുക്കുകൾ ഈ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉണ്ടല്ലോ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതെല്ലാം വായിച്ചതിന് ശേഷമാണ് ഇത് എങ്ങനെയാണ് തകർക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലൈബ്രറിയിൽ കയറിയിട്ട് ആ 2 ബുക്കുകൾ അവൻ മോഷ്ടിച്ചത്. അതുമല്ല, അവസാനമായിട്ടും അവൻ ഒരാളുടെ വീട്ടിൽ കയറിയിട്ട് ഭാര്യനെയും ഭർത്താവിനെയും പിടിച്ചല്ലോ. അതിൽ ഭർത്താവ് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ വർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ജോലിക്കാരനായിരുന്നു. അതുകൊണ്ടാണ് അവനെ പിടിച്ചത്. ഇപ്പൊ ആ ഒരു സൈക്കോയെ കാണിക്കുമ്പോൾ സൈക്കോ എന്താ ചെയ്യുന്നതെന്നറിയോ? അവൻ പിടിച്ച ആ ഒരാളെയും കൊണ്ട് ഈ ഒരു പവർ പ്ലാന്റിനുള്ളിലേക്ക് സെക്യൂരിറ്റികളെല്ലാം പറ്റിച്ചിട്ട് അകത്തേക്ക് കയറുന്നു. ഇതേ സമയം നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ആ ഒരു പവർ പ്ലാന്റിന്റെ വെളിയിലേക്ക് വന്ന് അവിടെയുള്ള സെക്യൂരിറ്റികളെ കണ്ടിട്ട്, സാർ, ഞാൻ ഇത്രയും കാലമായിട്ട് അന്വേഷിച്ചു നടന്നത് സൈക്കോയെ പിടിക്കാനാണ് എന്ന് പറഞ്ഞ് ഹീറോയിൻ അറിയാവുന്ന എല്ലാ സത്യങ്ങളും അവിടെ നിൽക്കുന്ന ആ ഒരു സെക്യൂരിറ്റിമാരോട് പറയും. എന്തായാലും ആ ഒരു മണ്ടൻ പോലീസുകാരെ പോലെയല്ല ഹീറോയിൻ ഇത്ര കാര്യമായിട്ട് ഇവരോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അവരെല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട്, അത് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹീറോയിനെയും കൊണ്ട് ഇവരെല്ലാവരും അകത്തേക്ക് പോകുന്നു. അങ്ങനെ അകത്തേക്ക് വന്നിട്ട് ഇവരെല്ലാവരും ചെക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ആ സൈക്കോ പിടിച്ചുകൊണ്ട് വന്ന ആ ഒരുത്തനുണ്ടല്ലോ അവനെയും കൊണ്ട് പ്രധാനപ്പെട്ട ഒരു റൂമിനകത്തേക്ക് കയറിയിട്ട് ഈ പവർ പ്ലാന്റ് അതിന്റെ ഹീറ്റെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു കൂളന്റ് ഉണ്ട്, അത് പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്യും. ഇത് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, പവർ പ്ലാന്റിൽ നല്ലതുപോലെ ഹീറ്റ് ജനറേറ്റ് ആവും. ഇതിനിടയിൽ എന്തെങ്കിലും ഒരു ചെറിയ പൊട്ടിത്തെറി ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാലും ഈ പവർ പ്ലാന്റ് മൊത്തമായിട്ടും പൊട്ടിത്തെറിച്ച് ഇല്ലാണ്ടാവും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ പോലീസുകാരും ഇതേ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സൈക്കോയും ഇവിടെ വർക്ക് ചെയ്യുന്ന വേറൊരാളും കൺട്രോൾ റൂമിലാണ് നിൽക്കുന്നത്. അതുമല്ല, കൺട്രോൾ റൂമിനകത്തേക്ക് കയറാനായിട്ട് ഒരൊറ്റ ഡോർ മാത്രമേ ഉള്ളൂ. അത് ഉള്ളിൽ നിന്ന് അടച്ചതുകൊണ്ട് വേറെ ആർക്കും പെട്ടെന്ന് വെളിയിൽ നിന്നും അകത്തേക്ക് കയറാനും കഴിയത്തില്ല. ഇപ്പോൾ പോലീസുകാരാണെങ്കിലോ ആ ഒരു ഡോറ് മെഷീനെല്ലാം വെച്ചിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിപ്പോഴൊന്നും നടക്കുന്ന ലക്ഷണമില്ല. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ അടുത്തുള്ള ആ ഒരു സെക്യൂരിറ്റിയോട് ചോദിക്കും, ഹേയ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ കൺട്രോൾ റൂമിലേക്ക് കയറാനായിട്ട് ഈ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, വേറെ വഴിയുണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കാണ്, അതേ മേഡം, വേറൊരു വഴി കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ട്, അതുമല്ല അവരൊരു കാര്യം കൂടി പറയുന്നുണ്ട്, പക്ഷേ അതുവഴി കൺട്രോൾ റൂമിനകത്തേക്ക് കയറാൻ കഴിയുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കൊണ്ട് നേരെ അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും അത് കൺട്രോൾ റൂമിനകത്തേക്കുള്ളൊരു വഴിയല്ല. കാരണം കൺട്രോൾ റൂമിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്തേക്കാണ് അത് എത്തുന്നത്. അതുപോലെ അവിടെയാണെങ്കിലോ ഒരു ഗ്ലാസ്സും ഉണ്ട്, അത് ബുള്ളറ്റ് പ്രൂഫുമാണ്, പെട്ടെന്ന് തകർക്കാനും കഴിയത്തില്ല. ഇപ്പോൾ ഹീറോയിൻ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ സൈക്കോ തന്റെ കൂടെയുള്ള ആ ഒരാളെ കൊന്നിട്ട് അവന്റെ ദേഹത്ത് കെട്ടിവെച്ചിരിക്കുന്ന ആ ഒരു ബോംബും കാര്യങ്ങളെല്ലാം എടുത്ത് അവന്റെ കയ്യിൽ ഒരു ഗ്രനേഡും എടുത്ത് വെച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കാണ്. സാത്താന്റെ അടുത്തേക്ക് പോകാനായിട്ട് തയ്യാറായി. അപ്പൊ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അത് പൊട്ടിത്തെറിക്കും, ഇവിടെയുള്ള ഒരുപാട് ജനങ്ങളും മരിക്കും, സൈക്കോയും മരിക്കും. അതിലൂടെ അവനെ സാത്താന്റെ അടുത്തേക്ക് എത്താം. അങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും അടുത്തുള്ള ആ ഒരു സെക്യൂരിറ്റി ആണെങ്കിലോ, സോറി മേഡം, എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല, എനിക്ക് എന്റെ ജീവനാണ് വലുതെന്നും പറഞ്ഞ് ആ സെക്യൂരിറ്റി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവാണ്. ഇപ്പോൾ നമ്മുടെ ഹീറോയും വെറുതെ ഇരിക്കോ, അവൾ എന്താ ചെയ്യുന്ന വെച്ചാൽ എന്തെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഉണ്ടല്ലോ അതിലേക്ക് ഷൂട്ട് ചെയ്യും. 2-3 തവണ ഷൂട്ട് ചെയ്ത് അവസാനം അതിൽ ചെറിയൊരു ഹോള് മാത്രം വീഴും. ആ ഒരു ഹോള് വഴി ആ സ്നൈപ്പറിന്റെ കുഴലുണ്ടല്ലോ അത് മുന്നിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇപ്പോൾ കറക്റ്റ് ആ ഗ്രനേഡ് താഴെ വീണ് പൊട്ടിയാൽ മാത്രമേ ഇപ്പൊ ഇവിടെ എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് ഹീറോയിൻ ആ സൈക്കോയുടെ കയ്യിലും കാലിലും കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് കൊടുക്കും. എന്താന്ന് വെച്ചാൽ ഈ സൈക്കോ ഹീറോയിന്റെ ഭർത്താവിനെ കൊന്നതും ഇതുപോലെയാണ്. അങ്ങനെ സൈക്കോ താഴെ വീഴുമ്പോൾ അവന്റെ കയ്യിലുള്ള ആ ഒരു ഗ്രനേഡ് അതിന്റെ ലോക്ക് എടുത്തിട്ടില്ല, അതുകൊണ്ട് അതുകൊണ്ട് മറ്റൊരു വശത്തേക്ക് വന്ന് വീഴുന്നതും ഇപ്പോൾ സൈക്കോ എഴുന്നേറ്റ് പോകാനായിട്ട് വരുന്നതിന് മുന്നേ തന്നെ സൈക്കോയുടെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത്
അവളുടെ ആ ഒരു പ്രതികാരം ഹീറോയിൻ അവിടെ വെച്ച് തന്നെ തീർക്കാണ്. ഹീറോയിൻ എന്തായിരുന്നു വേണ്ടത്? ഇപ്പോൾ ഹീറോയിൻ എന്തായിരുന്നു ആവശ്യം? അവളുടെ ഭർത്താവിനെ എങ്ങനെയാണ് കൊന്നത് അതുപോലെ ഈ സൈക്കോയെ കൊല്ലുക. അതുകൊണ്ട് അവളുടെ പ്രതികാരം അവൾ അവിടെ വെച്ച് തീർക്കുന്നതും. അത് കഴിഞ്ഞ് സമാധാനത്തിൽ ഹീറോയിൻ വെളിയിലേക്ക് വന്നിരിക്കുമ്പോൾ ഇവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. ഇപ്പോൾ വന്ന ആ ഒരു സീരിയൽ കില്ലർ ഉണ്ടല്ലോ, ഈവൻ പുതുതായിട്ട് വന്ന് പഴയ ആ ഒരു റീവ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൊലയാളിയെ ഇൻസ്പയർ ചെയ്ത് കൊല ചെയ്യുന്ന ഒരു കൊലയാളിയൊന്നുമല്ല. സത്യത്തിൽ ഈ സൈക്കോ കില്ലറെ റീവ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ കൊല ചെയ്ത 13 പേരെ കൊന്നല്ലോ, അതേ കൊലയാളി തന്നെയാണ്. അന്ന് അവനെ പോലീസ് പിടിച്ചോണ്ട് പോയെന്നും അത് കഴിഞ്ഞിട്ട് പോലീസ് ഷൂട്ട് ചെയ്ത് കൊന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് വെറും കള്ളമായിരുന്നു. സത്യത്തിൽ ആ ഒരു സൈക്കോ കൊലയാളി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇത്രയും പേരെ കൊല്ലാന്ന് പറഞ്ഞിട്ട് അവൻ ഇത്രയും യാത്ര ചെയ്ത് ഇവിടേക്ക് വന്നത്. ഓക്കെ, ഒരു തവണ അവൻ രക്ഷപ്പെട്ടെങ്കിലും ഇപ്പൊ എന്തായാലും അവനെ തീർത്തല്ലോ എന്നുള്ള സമാധാനത്തിലിരിക്കുമ്പോൾ ഇവിടെ അടുത്തൊരു ടെസ്റ്റും കൂടി നമുക്ക് തരുന്നുണ്ട്. സത്യത്തിൽ സൈക്കോ കില്ലർ മരിച്ചിട്ടില്ല, അവനെ ഹീറോയിൻ പൂർണ്ണമായിട്ട് കൊന്നില്ല. ഇപ്പൊ കാണിക്കുമ്പോൾ ആ ഒരു സൈക്കോ കില്ലറിനെ ഡെത്ത് വാലി എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള സൈക്കോ കില്ലറുകളെ അടച്ചു വയ്ക്കുന്ന ഒരു ജയിലുണ്ട്. അതൊരു കൊടൂര ജയില്. അവിടേക്ക് കൊണ്ടുപോവാണ്. സ്റ്റാർട്ടിങ് മുതൽ സൈക്കോയ്ക്ക് നരകത്തിൽ പോകണം എന്നല്ലേ പറഞ്ഞത്. ചെന്ന് കയറിക്കൊടുക്ക്, ഇത് തന്നെയാണ് അവന് പറ്റിയ നരകം. ഇനി അവൻ യഥാർത്ഥ നരകം എന്താണെന്ന് ഇവിടെ കിടന്ന് കണ്ടോളും. എന്തായാലും നമ്മുടെ ഹീറോയിൻ നല്ല ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. കാരണം അവളുടെ കുഞ്ഞിനെ അവൾ പ്രസവിച്ചു. ആ കുഞ്ഞുമായിട്ട് ഹീറോയിൻ നല്ലതുപോലെ ജീവിക്കുന്നതും ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവീസ് ഇനിയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.